ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ സൗണ്ട് കുറച്ച് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ, ക്ഷമിക്കണം. നമ്മളിന്നൊരു സുജിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പയറെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം അതൊക്കെ നന്നായി കുതിർന്ന് വന്നപ്പോൾ ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പരുവത്തിൽ വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ മതിയാവും കേട്ടോ. എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് ആയിക്കോളും. അപ്പോൾ ഒരു പരുവത്തിൽ വെന്താൽ മതിയാവും. പിന്നെ നമ്മൾ ശർക്കര വേണം മധുരത്തിനായിട്ട്. അപ്പോൾ ശർക്കര ഞാൻ 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഖീന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്കായ വേണം, 3 ഏലക്കായ മതിയാവും. അതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തായിട്ട് നമ്മുടെ ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യ് ഉരുകി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചിരവിയെടുത്ത നാളികേരം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അത് ചൂടായി വന്നപ്പോൾ നമ്മൾ ആക്കി വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, ആ ശർക്കര പാനി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. അത് നമ്മൾ കുറച്ച് നേരം അതിൽ വേവിച്ചിട്ട് അപ്പോൾ ഇത്തിരി ഇതായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ശർക്കര മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ രീതിക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സുഖിയൻ റെഡിയാക്കേണ്ട മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദ, 1/2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഏലക്കായ്പ്പൊടി, ജീരകം, ഒരു നുള്ള് ഉപ്പിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനോളം വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടി പോവും. അപ്പോൾ അതും കൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ട വരാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ആയിരിക്കുന്നത് നമ്മുടെ മിക്സ്. അങ്ങനെ നമ്മുടെ ചെറുപയറിൻ്റെ ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഓരോ ബോളുകളായിട്ട് നമ്മൾ ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബോളും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ ഇനി വറുത്തെടുക്കാനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ ബോളും നമ്മുടെ മാവിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അധികം താമസമൊന്നും വേണ്ട, വേഗം ആയി കിട്ടും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയറൊക്കെ ഓൾറെഡി വെന്ത് വന്നിരിക്കുന്നതാണല്ലോ. പിന്നെ മാവ് മാത്രം ഒന്ന് വെന്താൽ മതിയോ. അങ്ങനെ നമ്മുടെ എല്ലാ ബോളും ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് മാവിൽ മുക്കിയ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഖിയനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.